ബേസിസിലകത്ത് നമ്മുടെ ഡ്രീംസിന് ലിമിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഡ്രീം ബിക്കോസ് പല കുട്ടികളും പോയിട്ട് ഹാഫ് വേ ത്രൂ അവർ ഡീലൈനായി പോകും. ഇപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ എക്സാം എഴുതണ്ട. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് മാത്രമല്ല അവിടെ. സാധാ പാർട്ട് ടൈംസ് പോലെ അവിടെ ഇവിടെ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടേംസ് ഒക്കെ ലാറ്റിനിലായിരിക്കും അല്ലേ? ഇപ്പോൾ പുറത്ത് പഠിച്ച് വന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എസ്പെഷ്യലി അവർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓട്ടോലാറിൻകോളജി അത് കേൾക്കുമ്പോൾ അതെന്താണെന്ന്, അത് ആക്ച്വലി ഒറ്റ വാക്കല്ല, അതെന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ലാറ്റിൻ ആണ്. ഓട്ടോ ടെർമിനോളജി നമുക്ക് അറിയാം. സോ എക്സാക്ട്ലി അതെന്താണ് എന്നുള്ളത്, എസ്പെഷ്യലി നമ്മുടെ എല്ലാ അനാറ്റമിക്കലി കാര്യങ്ങൾക്കും ഈവൻ കംപ്ലീറ്റ് മെഡിസിൻ അത് ഹെൽപ്ഫുൾ ആണ്. നല്ലൊരു ടിപ്പാണ് കേട്ടോ പറഞ്ഞത്, അല്ലേ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മളവിടെ 5 വർഷമാണല്ലേ? 6 വർഷം. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഒരു 6 വർഷം നമ്മുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നാട്ടിൽ വന്നതിന് ശേഷം ഒരു വലിയ കടമ്പ ക്രോസ് ചെയ്യണം, FMG എക്സാം. അതത്ര എളുപ്പമല്ല, പക്ഷേ ഡോക്ടർ വളരെ വിജയകരമായിട്ട് അത് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. സോ അതിനെക്കുറിച്ച്, ആ എക്സാമിനെ കുറിച്ചും അതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു, ഡിഫിക്കൽട്ടായിരുന്നു, ഈസി ആയിരുന്നു, ഈ റഷ്യയിൽ നിന്ന് നമ്മൾ MBBS എടുക്കുമ്പോൾ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ടിപ്സ്? ആക്ച്വലി നമ്മുടെ നാട്ടിലത്തെ ഇന്ത്യൻ ലൈസൻസിങ് എക്സാമാണിത്. അത് നമ്മുടെ USMLE, UKMLE, AMCs, ന്യൂസിലൻഡ് നെസ്റെക്സ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ടോപ്പ് ഡിഫിക്കൽട്ടി എക്സാമാണിത് നമ്മുടെ ഇന്ത്യൻ എക്സാം. ആൻഡ് അതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത് ഏതൊരു എക്സാമും, ഇത് മാത്രമല്ല ഏതൊരു രാജ്യത്തെ എക്സാമും നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. എന്താണ് ഇതിൻ്റെ സ്ട്രക്ചർ? അത് നമുക്ക് മോക്ക് പേപ്പേഴ്സിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഈ മോക്ക് പേപ്പേഴ്സിനകത്ത് നമ്മുടെ പ്രീവിയസ് ഇയർ ടോപ്പിക്സ് എടുത്ത് നമ്മൾ പഠിക്കണം. ആൻഡ് ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ടു ബി ഓണസ്റ്റ്, നമ്മുടെ 3rd ഇയറിൽ ക്ലിനിക്കൽ സബ്ജക്ട്സ് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ബേസ് റെഡിയാക്കുക. നമ്മുടെ ബേസ് സബ്ജക്ട്സ് അതിന് ക്ലീൻ ആക്കി നമ്മൾ പഠിച്ചു പോവുക. കൺസിസ്റ്റൻസി, നമ്മൾ ഡെയിലി ഇരുന്ന് പഠിക്കുക. ഒരു ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഫോർ 5 minutes അത് നമ്മൾ ചെയ്തിരിക്കണം. ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള തന്നെ നമ്മുടെ ആക്ച്വലി സ്റ്റഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇസ് നോട്ട് അബൌട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുകയോ കാര്യങ്ങൾ ചെയ്യുകയോ അല്ല. അത് നമ്മൾ ടെക്നിക്കലി നമുക്ക് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമ്മുടെ മൈൻഡിനെ നമ്മൾ എങ്ങനെ ഏത് രീതിക്ക് വേണമെങ്കിൽ നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. വി ഡു സംതിങ് റെഗുലർലി, അത് നമ്മുടെ പാർട്ടായിട്ട് അങ്ങ് മാറും. അതുപോലെ നമ്മൾ ഡെയിലി റീഡ് ചെയ്യുക. ആ റീഡ് ചെയ്യുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം. എൻ്റെ സ്ട്രാറ്റജി വാസ് read, rehearse and repeat. ഇതായിരുന്നു ഒരു ഡെയിലി ബേസിസ്. കാരണം ഒരു ആദ്യത്തെ ഒരു ആക്ച്വലി ഒരു 6 months മതി നമുക്ക് ഇതിന് കംപ്ലീറ്റ് പ്രിപ്പറേഷൻ വരാനായിട്ട്, ഓറിയൻറ്റഡ് ഫോർ ദ എക്സാം. അതിലും നമുക്ക് നമ്മുടെ ബേസ് കറക്റ്റാക്കി നമ്മൾ നോട്ട്സ് സെറ്റാക്കി വെച്ചുകഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് വി ആർ ഡൂയിങ് ഇറ്റ് റീഡിങ്. നമ്മൾ ഫസ്റ്റ് റീഡ് ചെയ്യും. ഈ റീഡ് എന്ന് പറഞ്ഞാൽ റിവിഷൻ ചെയ്യുന്നതാണ്. നമ്മൾ നമ്മുടെ നോട്ട്സ് റിവൈസ് ചെയ്യുക. ആൻഡ് ദെൻ റിഹേഴ്സൽസ് ഇസ് നമ്മുടെ മോക്ക് ടെസ്റ്റ്. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ടോപ്പിക്സ് നമ്മളെല്ലാവരും ചെയ്ത് വെറുതെ എക്സാം എഴുതും, ആൻസർ മാർക്ക് നമുക്ക് കറക്റ്റായി, ഫൈൻ, തെറ്റി, ഓക്കെ, എന്താണ് തെറ്റിയത്? അല്ല, അതിന് നമ്മൾ സ്ട്രാറ്റജിക്കലി ആലോചിക്കണം. എന്തുകൊണ്ട്? അത് മെയിൻ കാര്യം മീൻസ് നമ്മൾ ആലോചിച്ചെടുത്ത ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെങ്കിൽ തെറ്റാണെങ്കിൽ നമ്മുടെ ലോജിക് ആൻഡ് ക്ലിനിക്കൽ തിങ്കിങ് ആണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഹൗ വി റീച്ച് ദർ, ആ ഒരു പോയിന്റ് നമ്മൾ എങ്ങനെ എത്തി എന്നുള്ളത് എത്തിക്കഴിഞ്ഞാൽ ആ ടോപ്പിക് ഇസ് കവേർഡ്. അപ്പോൾ ഈ 19 സബ്ജക്ട്സ് പഠിക്കുക ഭയങ്കര പാടാണ്, കാര്യങ്ങളാണ്. ഈവൻ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ മീ, എല്ലാവർക്കും ഡിഫിക്കൽട്ടാണ്. പക്ഷേ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്, റീഡ് ചെയ്യുക, റിഹേഴ്സ് ചെയ്യുക, ആൻഡ് ഈ സെയിം സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എത്ര ചാൻസസ് ഉണ്ട് FMG എക്സാം ക്ലിയർ ചെയ്യാനായിട്ട്? ചാൻസസ് ആൾ ഇപ്പോൾ തൽക്കാലം അങ്ങനെ നമ്പർ തന്നിട്ടില്ല അവർ. വി ക്യാൻ റൈറ്റ് ഇറ്റ് ടിൽ വി പാസ്. നമുക്ക് പാസ്സാവുന്ന സമയത്ത് നമുക്ക് എഴുതാം, അങ്ങനെ ഇതാണ്. ആൻഡ് നെക്സ്റ്റ് ആവുന്നു, ഇപ്പോൾ എക്സാം നെക്സ്റ്റിലേക്ക് മാറ്റുകയാണ്. നെക്സ്റ്റ് ഐ ഗെസ് വി ഗെറ്റ് ഓൺലി 3 or 4 attempts ഉള്ളൂ എന്ന് തോന്നുന്നു. ബട്ട് ഐ തിങ്ക് നെക്സ്റ്റ് ആക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കണം. ബിക്കോസ് നമുക്ക് ക്ലിനിക്കൽ ഇത്ര നാളും നമ്മുടെ അതിനകത്തൊരു തിയറിറ്റിക്കൽ എക്സാം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് തിയറി ആൻഡ് പ്രാക്ടിക്കലാണ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ. ഇതൊരു നമ്മുടെ ഒരു മോശം സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു ഡീഫോൾട്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ, മെഡിസിൻ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത്, എന്നോട് ചോദിച്ചിരുന്ന കാര്യം, ഇപ്പൊ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ എക്സാം എഴുതണ്ടല്ലോ. വാട്ട് ഈസ് ദ പോയിന്റ് ഇൻ ദാറ്റ്? കാരണം ഇവിടുന്ന് ഞാൻ എഴുതി, ഞാൻ നാട്ടിൽ പഠിച്ചു, കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടുത്തെ എക്സാം എഴുതണ്ട. ട്രൂ, ഐ ഹാവ് മൈ ലൈസൻസ്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഞാൻ എവിടേക്ക് പോകണമെങ്കിലും ഏത് കൺട്രി ചൂസ് ചെയ്യണമെങ്കിലും പോകുമ്പോഴത്തേക്കും അപ്പോൾ ഒരു എക്സാമിന്റെ ബേസിസിലകത്ത് നമ്മുടെ ഡ്രീംസിന് ലിമിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു എൻവയോൺമെന്റിൽ സ്റ്റുഡിയസ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു
ഓപ്ഷനാണിത്. ഡോക്ടർ ആൽവീനയുടെ പാത പിൻപറ്റിക്കൊണ്ട് ബ്രദർ ഇപ്പോൾ റഷ്യയിൽ MBBS പഠിക്കുന്നുണ്ട്. ഏത് ഇയറിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് MBBS പഠനത്തിനായിട്ട് റഷ്യയിലേക്ക് ചേക്കേറുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഡോക്ടറിന് നൽകാൻ കഴിയുന്ന ഒരു അഡ്വൈസ് എന്താണ്? അഡ്വൈസ് ഞാനിപ്പോൾ അനിയനെ കൊടുത്തേക്കുന്നത് അഡ്വൈസസ് പോലെ എനിക്ക് പറയാം. സോ ഫസ്റ്റ് കാര്യം, ഇത് തന്നെയാണോ നമ്മുടെ മൈൻഡ്, ഇത് തന്നെയാണോ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ട ചോയ്സ് എന്ന് യു ഹാവ് ടു ബി ക്ലിയർ. ഓക്കെ. സെക്കൻഡ്, എങ്കിൽ മാത്രം നമുക്ക് കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ. സെക്കൻഡ്, ഇത് തന്നെ എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി MBBS ആണോ? MBBS തന്നെയാണോ നിങ്ങളുടെ ഡ്രീം? ബിക്കോസ് പല കുട്ടികളും പോയിട്ട് ഹാഫ് വേ ത്രൂ അവർ ഡീലൈനായി പോകും. വിദേശ രാജ്യത്ത് പഠിക്കാൻ ചെല്ലുമ്പോൾ, വിദേശത്ത് മാത്രമല്ല നമ്മുടെ നാട്ടിലാണ് ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ട്. സോ എപ്പോഴും ഈ ഒരു ഫീൽഡിന്റെ പ്രത്യേകത നമ്മൾ ഉറപ്പ് വരുത്തുന്ന വെച്ചാൽ യു ആസ്ക് യുവർ സെൽഫ്, യു ടോക്ക് ടു യുവർ സെൽഫ്, യു ഗെറ്റ് ദ ആൻസർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെന്റലി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഓക്കെ വീട് മാറി നിൽക്കുകയാണ്, ഒരു ഡിഫറെൻറ്റ് രാജ്യമാണ്, നമ്മൾ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് ബിൽഡിങ് മൈ സെൽഫ് എന്ന് ചിന്തിക്കുക. സോ ദാറ്റ് വിൽ ബ്രിങ് എ ന്യൂ ചേഞ്ച് ഇൻ യുവർ ലൈഫ്. ചേഞ്ച് ആണ്, ആൻഡ് അത് നമുക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ളതായിരിക്കില്ല. കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നാലേ വിൽ ഗ്രോ. അപ്പോൾ ഗ്രോത്തിന് വേണ്ടി കാര്യങ്ങൾ ആലോചിക്കുക. പ്രിപ്പറേഷൻ അക്കാഡമിക്കലി നമ്മൾ വെൽ വേഴ്സ്ഡ് ആകാൻ വേണ്ടിയിട്ട് പോവുക. ഒരു ഡോക്ടർ ആവാൻ എല്ലാവർക്കും എളുപ്പമാണ്. പഠിക്കുന്ന കുട്ടിക്ക് ഡോക്ടർ ആവാം. പക്ഷേ ടു ബിക്കം എ ഗുഡ് ഡോക്ടർ ഇറ്റ് ടേക്സ് കറേജ്. നമ്മൾ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നതും, അത് ഫേസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പെടും കേട്ടോ. അവിടെ ചെന്നിട്ടുള്ള നമ്മൾ എല്ലാത്തിനും ചോയ്സസ്. പിന്നെ പോകുന്ന ക്ലൈമറ്റ് അനുസരിച്ച് നമ്മുടെ ബോഡി അഡാപ്റ്റ് ആയിക്കോളും. നമ്മുടെ ബോഡിക്ക്, ഹ്യൂമൻ ബോഡിക്ക് അതിനുള്ള കഴിവുണ്ട്. സോ അതിലൊന്നും ടെൻഷൻ ആവണ്ട. ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെത്താനും ചെയ്തോളും. ഇൻഡിപെൻഡൻ്റ് ആവാനും സെൽഫ് സഫീഷ്യൻ്റ് ആവാനും നമ്മൾ പ്രിപ്പയർഡ് ആവും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ മറ്റൊരു രാജ്യത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ കോളേജിലും ഫാക്കൽറ്റീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സ്വീകാര്യത എത്രത്തോളമാണ്, അല്ലെങ്കിൽ അവരെത്രത്തോളം വെൽക്കമിങ് ആണ്? എന്തെങ്കിലും രീതിയിൽ ഡിസ്ക്രിമിനേഷനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ ഒരു കാര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ടോ? ഓണസ്റ്റ്ലി എനിക്ക് ഇതുവരെ ഈ 6 വർഷം ഞാനവിടെ പഠിച്ചിരുന്ന കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സമയം തൊട്ട് എനിക്ക് അത്രയും വലിയ സപ്പോർട്ട് ചെയ്തിരുന്ന ടീച്ചേഴ്സാണ്, സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സാണ്. ബിക്കോസ് നമ്മുടെ നാട്ടിലെ പോലെ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് മാത്രമല്ല അവിടെ ദേ കൺസിഡർ യു ആസ് ആൻ ഇൻഡിവിജ്വൽ. അഡൽട്ട് ആണ്, ഇൻഡിവിജ്വൽ ആണെന്ന് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡേഴ്സ് റെസ്പെക്ട് ചെയ്യും. അവരതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ റേസിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് അവർ കൺസിഡർ ചെയ്യുന്നത് പഠിക്കാനായിട്ട് കീൻ ആണെങ്കിൽ ദാറ്റ്സ് ഓൾ ദാറ്റ് മാറ്റേഴ്സ്. ബിക്കോസ് എല്ലാവരും പഠിപ്പിക്കുന്ന എല്ലാവരും ഡോക്ടേഴ്സാണ്, എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സും ഡോക്ടേഴ്സാണ് നമുക്ക്, എക്സെപ്റ്റ് നമ്മുടെ ലാംഗ്വേജ് ടീച്ചേഴ്സ്. ലാംഗ്വേജ് ടീച്ചേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും, ഈവൻ ലാറ്റിൻ ലാംഗ്വേജ് ടീച്ചറും ഡോക്ടറാണ്. സോ ലാറ്റിൻ ഒരു സെപ്പറേറ്റ് ടീച്ചർ ഉണ്ട് അല്ലേ? റഷ്യൻ ലാംഗ്വേജ് അതിന് നമുക്ക് ഡോക്ടർ അല്ലാത്ത നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീച്ചറാണ്, റഷ്യൻ ലാംഗ്വേജ് ടീച്ചറാണ് നമുക്ക് വരുന്നത്. ബാക്കി എല്ലാ സബ്ജക്ട്സും നോൺ ക്ലിനിക്കൽ ആയിക്കോട്ടെ, ക്ലിനിക്കൽ ആയിക്കോട്ടെ, പ്രാക്ടിക്കൽസ് ആയിക്കോട്ടെ, എല്ലാത്തിനും വി ആർ ബീങ് ട്യൂട്ടേർഡ് ബൈ ഡോക്ടേഴ്സ്. ആ ഒരു ഫാക്കൽറ്റി അങ്ങനെയാണ്. അവർക്ക് അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. എസ്പെഷ്യലി നമ്മൾ നോക്കേണ്ടിട്ട് കാര്യം അവർക്ക് ഒറ്റ കാര്യം മതി, നിങ്ങൾ പഠിക്കുക. നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെത്ര വേണമെങ്കിലും അതിന് വേണ്ടി അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ ഓക്കെയാണ്. റഷ്യൻസ് ആർ പീപ്പിൾ ഹു ആർ വെരി കീൻ അബൌട്ട് ദ ടൈം. പക്ഷെ ആ ടൈം അവർ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ തരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദേ കെയർ. നമുക്ക് അവിടെ ഉഴപ്പാനുള്ള ഓപ്ഷൻസ്, സാധ്യതകളോ അവസരങ്ങളൊക്കെ ഉണ്ടോ? ഉഴപ്പാൻ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഉഴപ്പാം. ഇവിടെ നാട്ടിൽ വേണമെങ്കിലും ഉഴപ്പാം, അവിടെ ആണെങ്കിലും ഉഴപ്പാം, എല്ലാം വേണമെങ്കിലും ഉഴപ്പാം. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞ നമ്മൾ പോകുന്ന റൂട്ട് എന്തിനാണ്. ഇപ്പോൾ ഒരു പേഴ്സൺ, ഇപ്പോൾ ഒരു ഒരു കുഞ്ഞു കുട്ടിയെടുത്താണെങ്കിൽ പോലും നമ്മൾ ചോദിക്കുക ഇന്ന സാധനം ഇതാണ്, ആ കുട്ടിക്ക് വേണ്ട കാര്യം നമ്മൾ ഇതാണെന്ന് പറഞ്ഞ് കൊടുത്താൽ ആ കുട്ടിക്ക് അത് അറിയാമെങ്കിൽ കുട്ടി അതിനപ്പുറത്തേക്ക് ചലിക്കില്ല. അത് പേടിച്ചിട്ട് കാര്യങ്ങളില്ല, നമ്മുടെ ബ്രെയിൻ നമ്മളെ ഇത് ചെയ്യുന്നത് അങ്ങനെയാണ്. സോ ഇഫ് വി നോ വാട്ട് വി വാണ്ട് വി വിൽ മൂവ് ടുവേർഡ്സ് ഇറ്റ്. എങ്ങനെയാണ് ഗ്രേഡിംഗ് സിസ്റ്റം അവിടെ? എക്സാംസും അതിൻ്റെ മാർക്സൊക്കെ ഗ്രേഡ്സ് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമാണോ? ആണ്, നാട്ടിലെ സിസ്റ്റത്തെക്കാളും വ്യത്യസ്തമാണ്. അതിൻ്റെ മെയിൻ ബേസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ 2 തരത്തിലുള്ള സബ്ജക്ട്സും വരും. അതായത് ഒരു സെമസ്റ്ററിൽ അനാട്ടമി സച്ചോത്താണെങ്കിൽ, സച്ചോത്തിൽ ക്രെഡിറ്റ് എന്നുള്ളത്. സോ അതായത് വിത്തൗട്ട് എക്സാം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതിന് എക്സാംസ് ഉണ്ടാവും, ക്ലാസ് വൈസ് ഉള്ള എക്സാംസ് ആണ്. ആൻഡ് മറ്റത് എക്സാം സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാ സബ്ജക്ട്സിനും അറ്റ്ലീസ്റ്റ് 1 ക്രെഡിറ്റ് സെമസ്റ്റർ കിട്ടും, എക്സെപ്റ്റ് നമ്മുടെ മെയിൻ ക്ലിനിക്കൽ സബ്ജക്ട്സ്, സർജറി, OBG അങ്ങനെയുള്ള സബ്ജക്ട്സിന്. അപ്പോൾ ഇതിനകത്ത് ഈ ക്രെഡിറ്റ് ആണെങ്കിൽ
അല്ലെങ്കിലും നമുക്ക് ഇപ്പോൾ എക്സാം എഴുതണമെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് അവർ ആക്സസ് ഫസ്റ്റ്. ആ ആക്സസ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അറ്റൻഡൻസ് ആണ്. ഡെയിലി നമ്മൾ ക്ലാസ്സിന് പോവുക എന്നുള്ളത് മസ്റ്റാണ്. ആൻഡ് നമുക്ക് അവിടെ അലോട്ട് ചെയ്യുന്ന ലീവ് അല്ലെങ്കിൽ ആബ്സെൻസസ് ഓൺലി 2 days. 2 classes മാത്രമേ നമുക്ക് മിസ് ചെയ്യാൻ പറ്റുള്ളൂ ഫോർ ദ ഫുൾ സെമസ്റ്റർ. അപ്പോൾ അതിൽ ആ ഒരു ക്രൈറ്റീരിയ പാസ്സാവാത്ത കുട്ടികൾക്ക് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു എൻ്റർ ഇൻ ടു ദ എക്സാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വൈവ കൊടുക്കാൻ പറ്റുള്ളൂ ആൻഡ് മാർക്സ് കിട്ടുള്ളൂ. ഈ 6 വർഷത്തിനിടയ്ക്ക് നമുക്ക് നാട്ടിലേക്ക് എപ്പോഴൊക്കെ വരാൻ പറ്റും? എല്ലാ വർഷവും വരാം. എല്ലാ വർഷവും വരുന്ന കുട്ടികളുണ്ട്. നമുക്ക് കമ്പൽസറി ഒരു മെഡിക്കൽ പ്രാക്ടീസ് വരും ഒരു 2 monthsലേക്ക് നമ്മുടെ വെക്കേഷൻ പീരീഡിൽ. അപ്പോൾ ആ പീരീഡിൽ നമുക്ക് പ്രാക്ടീസ് ഒന്നെങ്കിൽ അവിടെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ വന്ന് ചെയ്യാം. പൊതുവേ ഞങ്ങൾ എല്ലാവരും നാട്ടിൽ വന്നാൽ ചെയ്യാൻ നിൽക്കുന്നത്. കാരണം വെച്ചാൽ അത് അപ്പോൾ ഓരോ വർഷം ഇക്വലൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സും നമുക്ക് നാട്ടിലത്തെ ഒരു നോളജും എക്സ്പീരിയൻസും കൂടെ കിട്ടും അതിന് വേണ്ടിയിട്ട്. സോ എല്ലാ വർഷം റൈറ്റ് ഫ്രം ഫസ്റ്റ് ഇയർ തൊട്ട് നമുക്കുണ്ട്. നമുക്കിവിടെ ഒബ്സർവേഷനും നമുക്ക് നിൽക്കാം. ഒരുപാട് ഹോസ്പിറ്റൽസ് അത് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ അങ്കമാലിൽ നിന്നിട്ടുണ്ട്, ലിറ്റിൽ ഫ്ലവറിൽ, എടപ്പള്ളി MAJ ഹോസ്പിറ്റലിൽ, അങ്ങനെ എല്ലായിടത്തും നമ്മൾ നിൽക്കും. അപ്പോൾ ഇറ്റ് ഈസ് എ ഗുഡ് എക്സ്പോഷർ ടു നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ട അവിടെ ചെയ്താൽ മതി, ദാറ്റ് ഈസ് ഓൾസോ ആൻ ഓപ്ഷൻ. നമുക്ക് അവിടെ സർജറീസ് അസിസ്റ്റ് ചെയ്യാം. നമ്മൾ ടീച്ചേഴ്സുമായിട്ട് നമുക്ക് നല്ലൊരു ഇത് വരും. ടീച്ചേഴ്സായിട്ട് നമ്മൾ ഇത് ചൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ അക്കാഡമിക്കലി വെൽ ബിൽഡ് ആണെങ്കിൽ ദിൽ ചൂസസ്, നമുക്കതിന് പോയി ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് തോന്നുന്നു പുറത്തുള്ള ചെയ്യുന്നതിൽ ഏറ്റവും കുറച്ചുകൂടെ ബെസ്റ്റ് ഓപ്ഷൻ പറയാൻ കാരണം ആഫ്റ്റർ 3rd year, ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിലൊക്കെ 3rd year ശേഷം ഒരു പ്രൈമറി മെഡിക്കൽ എക്സാമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാർട്ട് ടൈം ആയിട്ട് നൈറ്റ് ടൈം ICU മോണിറ്ററിങ് അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റേഷൻസ് ഇതൊക്കെ നമുക്ക് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് പേയിങ്. നമുക്ക് പേ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ സാധാ പാർട്ട് ടൈംസ് പോലെ അവിടെ ഇവിടെ പോയി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ തന്നെ നിന്ന് പാർട്ട് ടൈം ചെയ്യാം, ഗെയിനിങ് എക്സ്പീരിയൻസ് ആൻഡ് ഓൾസോ മണി. ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ഷെയറിങ് ഓൾ യുവർ തോട്ട്സ് ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് അസ്. അപ്പോൾ ഡോക്ടർ ഇൻ ഷോർട്ട് പറയുന്നത് നമ്മൾ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. നമ്മുടെ ആ ഒരു MBBS ഡിഗ്രി എന്നൊരു പാതയിൽ നിന്ന് വ്യതിചലിച്ച് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ വാം ആൻഡ് വെൽക്കമിങ് ആയിട്ടാണ് റഷ്യ MBBS സ്റ്റുഡൻസിനെ റിസീവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ശോഭനമായ ഒരു ഭാവി എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നു എന്നാണ് ഡോക്ടറിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ MBBS സ്വപ്നങ്ങളുമായിട്ട് റഷ്യയിലേക്ക് ചേക്കേറുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഡോക്ടർ അഗൈൻ.